സെമസ്റ്ററിൽ നമ്മൾ അടുത്ത ചാപ്റ്റർ അടുത്ത മൊഡ്യൂൾ പ്രൊട്ടക്ഷൻ ഡിവൈസസ് ആണ്. ഇതിൽ നമ്മൾ മെയിനായിട്ട് ഫ്യൂസസ്, കോണ്ടാക്ടേഴ്സ്, ELCB, MCB തുടങ്ങിയ കാര്യങ്ങളാണ് പഠിച്ചത്. അപ്പോൾ അതിൻ്റെ വൺ വേർഡ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ദ ഫ്യൂസിങ് ഫാക്ടർ ഓഫ് ദ റിവയറബിൾ HRC ഫ്യൂസ്? HRC ഫ്യൂസിൻ്റെ ഫ്യൂസിങ് ഫാക്ടർ, അതായത് അതിൻ്റെ പർട്ടിക്കുലർ റേറ്റിനേലും എത്ര ശതമാനം വരെ അത് കൂടുതൽ കറണ്ട് വരുമ്പോൾ മാക്സിമം എത്ര കറണ്ട്, ആ റേറ്റ് കറണ്ടിന് എത്ര കൂടുമ്പോഴേക്കും അത് ഫ്യൂസ് ആവുന്നുള്ളത്. അപ്പോൾ അതിൽ വൺ എന്ന് പറഞ്ഞാൽ കറക്റ്റ് പറഞ്ഞാൽ അതേ സമയത്ത് തന്നെ ഫ്യൂസ് ആകും. 1 ആമ്പിയർ തന്നെ, 1.1 എന്ന് പറയുമ്പോൾ 1.1 ആമ്പിയർ ആണ്. ഓക്കെ, അപ്പോൾ റേറ്റഡ് ആമ്പിയർ എത്രയാണോ അതിനേലും കൂടും. ഇതിൽ നമുക്ക് HRC റിവയറബിൾ ഫ്യൂസ് ആണെങ്കിൽ അതിൻ്റെ അത് നമുക്ക് 1.1, 1.2, 1.5 ഉണ്ട്. അതിൻ്റെ 1.1 ആണ് അതിൻ്റെ ആൻസർ. ഓക്കെ, ഓർത്തിരിക്കാം. HRC റിവയറബിൾ 1.1 ആണ്. ഓക്കെ, അടുത്തത് വാട്ട് ഈസ് ദ കറണ്ട് റേറ്റിംഗ് ഓഫ് കാട്രിഡ്ജ് ഫ്യൂസ് യൂസ്ഡ് ഫോർ ഡൊമസ്റ്റിക് വയറിങ്? ഉപയോഗിക്കുന്ന കാട്രിഡ്ജ് ഫ്യൂസ് നമുക്ക് റിവയറബിൾ ചെയ്യാൻ പറ്റില്ല, ഒറ്റ പ്രാവശ്യം സിംഗിൾ യൂസ് ഉള്ളൂ. ഇപ്പോൾ ഡൊമസ്റ്റിക് ആണ്, വീട്ടിലേക്ക് ആകുമ്പോഴേക്കും അത് വരുന്നത് നമുക്ക് 1250 ആമ്പിയറാണ്. ഓക്കെ, ഇത് കാണിച്ചിരിക്കുന്നതിൽ ഏറ്റവും കുറവായിട്ടുള്ളത്. വാട്ട് ഈസ് ദ കറണ്ട് റേറ്റിംഗ് ഓഫ് റിവയറബിൾ ഫ്യൂസ് യൂസ്ഡ് ഫോർ ഡൊമസ്റ്റിക് വയറിങ്? റിവയറബിൾ യൂസ് ഡൊമസ്റ്റിക് വയറിങ്ങിന് ഉപയോഗിക്കുമ്പോൾ വീട്ടിൽ ഉപയോഗിക്കുമ്പോഴേക്കും അതിൽ വരുന്ന എത്രയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലും ഏറ്റവും കുറഞ്ഞ ആമ്പിയർ തന്നെ ഇവിടെ കാണിച്ചിരിക്കുന്ന എന്താണ് 200 ആമ്പിയറാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, പിന്നെ വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി പാർട്ട് മാർക്കഡ് എക്സ് ഇൻ ദ MCB? നമുക്കറിയാം MCBയിൽ എക്സ് അവിടെ കാണിച്ചിരിക്കുന്നത് എന്താണെന്നുള്ളത് നമുക്കുണ്ട്. കോയിൽ പോലെ കാണിച്ചിരിക്കുന്നത് ലിവർ കറണ്ട് വന്ന് ഓവർ കറണ്ട് വരുമ്പോഴേക്കും അത് ലിവർ താഴേക്ക് വന്നത് ആ കോയിലിൽ കൂടി കറണ്ട് പോകുമ്പോഴാണ് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അതിന് ഇതിൽ ചോദിച്ചിരിക്കുന്നത് നോക്കാം, ലാച്ച്, പ്ലഞ്ചർ എല്ലാം വായിക്കണം. ഓക്കെ, സോളിനോയിഡ്, കോണ്ടാക്റ്റ് നമുക്കറിയാം അത് സോളിനോയിഡാണ്, കണ്ട ഒരു കോയിലാണ്. അത് അതിൽ തന്നെ നമുക്ക് കോണ്ടാക്റ്റായിട്ട് വരുന്ന ഫേസ് നോക്കുന്നത് കോണ്ടാക്റ്റ് ഇവിടെ ഇത് ചെയ്തില്ല, ഇത് കോണ്ടാക്റ്റായിട്ട് വരും. ഓക്കെ, ലിവർ ഇത് വരും. ഓക്കെ, പിന്നെ പറഞ്ഞേക്കുന്നതിൽ ലാച്ച്, പ്ലഞ്ചർ ഈ കാര്യങ്ങളൊക്കെ ഇതിലാണ് വരുന്നത്. ഓക്കെ, ഇതിൽ കോണ്ടാക്ട് ഇതിൽ വരുന്നു, ലാച്ച്, പ്ലഞ്ചർ കാര്യങ്ങൾ വേറെ വരുന്നു. അപ്പോൾ ഇതിൽ ഇപ്പോൾ ചോദിച്ചിരിക്കുന്ന എക്സ് സോളിനോയിഡാണ്. അടുത്ത് വാട്ട് ഈസ് ദ നെയിം ഓഫ് റിലേ യൂസ്ഡ് ഇൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട്? നമുക്ക് സർക്യൂട്ടിൽ ഇങ്ങനത്തെ ഒരു റിലേ ഉണ്ട്. അത് ലാച്ചിങ് റിലേ, ഡ്രൈ റീഡ് റിലേ, വോൾട്ടേജ് സെൻസിങ് റിലേ. അപ്പോൾ നമുക്കറിയാം ഇത് റീഡ് റിലേ ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് വരുന്നത് C ആണ്, ഡ്രൈ റീഡ് റിലേ. നമുക്ക് മാഗ്നറ്റിക് പ്രോപ്പർട്ടി അടുത്ത് വരുമ്പോഴേക്കും അത് കോണ്ടാക്ട് ചെയ്യും. അങ്ങനത്തെ റീഡ് റിലേ നമ്മുടെ എന്താണ് SMD സോൾഡിങ് സ്റ്റേഷനിൽ ആ സോൾഡിങ് സ്റ്റാൻഡിലേക്ക് അത് ബ്ലോവർ വെക്കുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി അത് ഓഫ് ആവുന്നത് എന്താണ് ഈ റീഡ് റിലാണ്. ഇതിൻ്റെ അടുത്തൊരു മാഗ്നറ്റ് വരുമ്പോഴേക്കും ഇത് വിട്ടുപോകും. ഓക്കെ, മുകളിലേക്ക് ആ രീതിയിൽ. അടുത്ത വാട്ട് ഈസ് ദ കറണ്ട് റേറ്റിംഗ് ഓഫ് ടിൻഡ് കോപ്പർ വയർ 40 SWG യൂസ്ഡ് ഫോർ വയറബിൾ ഫ്യൂസ്? 40 SWG ഉള്ള ടിൻഡ് വയർ നമ്മുടെ മുടിനാരിൻ്റെ വലിപ്പം അതുകൊണ്ടാണെങ്കിൽ അതിന് എത്ര കറണ്ട് പോകുന്നതാണ് അതിൻ്റെ ആൻസർ. നമുക്ക് 40 SWG കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളത് നമുക്ക് വരുന്നത് 1 ആമ്പിയറാണ്. ഓക്കെ, അതിൽ നമുക്ക് കിട്ടുന്നത് 1 ആമ്പിയറാണ് അതിൻ്റെ ആൻസർ. സോറി, 1 അല്ല, തെറ്റിപ്പോയി, 1.5 ആമ്പിയറാണ്. സോറി, 1.5 ആമ്പിയർ കൊടുത്തിരിക്കാം. അതിൻ്റെ ആൻസർ B, 1.5 ആമ്പിയർ. അടുത്തത് നോക്കാം, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി ഫ്യൂസ് കാട്രിഡ്ജ് പാർട്ട് മാർക്കഡ് അറ്റ് എക്സ്? ഈ എക്സ് മാർക്ക് ചെയ്തിരിക്കുന്ന പാർട്ട് ഏതാണെന്ന് വെച്ചാൽ HRC ഫ്യൂസ് നമ്മൾ ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ്. ഹീറ്റ് കോണ്ടാക്ട്, ഫ്യൂസ് വയർ, സാൻഡ് ഫില്ലിംഗ്, ബ്രേക്ക് ഇൻഡിക്കേറ്റർ. അതായത് നമുക്ക് അവിടെ ആ ഒരു മാർക്ക് വരുന്നത് ഇതിൽ ബ്രേക്ക് ഇൻഡിക്കേറ്ററാണ്. ഫ്യൂസ് ഡാമേജ് ആയി എന്നുള്ള ഇൻഡിക്കേഷൻ കൊടുക്കാനുള്ളത്.
കാര്യം നമുക്കത് അല്ലെങ്കിൽ സാധാരണ ഫ്യൂസ് പോലെ പൊട്ടിയാന്ന് അറിയാൻ പാടില്ല. അപ്പോൾ അത് ഒരു ഇൻഡിക്കേറ്റർ ആണെങ്കിൽ വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് ദി അബ്രിവേഷൻ ഓഫ് ELCB യൂസ്ഡ് ഇൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട്? നമുക്ക് ഓർത്തിരിക്കുക, എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ. എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ എന്ന് എഴുതിയിരിക്കുന്നത് ഏതാണ്? D ആണ്, 82. ഓക്കെ, അപ്പോൾ ഇതാണ് എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ. അടുത്തത് വാട്ട് ഈസ് ദ ടൈപ്പ് ഓഫ് റിലേ ചോദിച്ചിരുന്നു. ഈ ടൈപ്പ് റിലേയുടെ പേരെന്താണെന്ന് ഇവിടെ നോക്കാൻ ശ്രദ്ധിക്കത് ഉണ്ടോ? ഇതിൽ വന്നിരിക്കുന്ന നമുക്ക് ആൻസർ തെർമൽ റിലേ, ഡ്രൈ റീഡ് റിലേ, ഇമ്പൾസ് റിലേ, ലാച്ച് റിലേ. ഓക്കെ, അപ്പോൾ ഡ്രൈ റീഡ് അല്ലെന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ ഏതാണ് നമുക്ക് വരുന്നത്? ഇമ്പൾസ് റിലേ ആണത്, ആ ഒരു പ്രത്യേക രീതിയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ 83ാമത്തെ ആൻസർ നമുക്ക് C ആണ്, ഇമ്പൾസ് റിലേ. ഓക്കെ, ഇനി വിച്ച് സീരീസ് MCB ഈസ് യൂസ്ഡ് ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് മോട്ടർ? മോട്ടോർ പ്രൊട്ടക്ഷൻ ചെയ്യുന്ന MCBയുടെ സീരീസ് ഏതാണ്? നമുക്ക് MCB ചില സീരീസ് LFG DC. നമ്മൾ പെട്ടെന്ന് ഇൻഡക്ടർ എന്ന് ഓർത്തിരിക്കും, പക്ഷേ അതിൻ്റെ കറക്റ്റ് ആൻസർ നമുക്ക് വരുന്നത് C ആണ്, G സീരീസ് MCB ആണ്. ഓർത്തിരിക്കുക, പ്രൊട്ടക്ഷൻ ഓഫ് മോട്ടർ ഏത് MCB ആണ്? MCB G സീരീസ് MCB ആണ്. ഓക്കെ, മറന്നിരിക്കരുത്, മറന്നുപോയത്. വാട്ട് ഈസ് ദ ബ്രേക്കിംഗ് കപ്പാസിറ്റർ ഓഫ് DC സീരീസ് MCB? ബ്രേക്കിംഗ് കപ്പാസിറ്റി എത്രയാണ് DC സീരീസ് MCB എന്ന് പറഞ്ഞാൽ നമുക്ക് മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ നമ്മൾ ഓവർ കറണ്ട് വന്ന് ഉടനെ അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ വീടുകളിലൊക്കെ ഓരോ മുറിക്കും നമ്മൾ കൊടുത്തിരിക്കുന്ന കട്ട് ചെയ്യുന്നത്. അത് ഷോക്ക് പ്രൊട്ടക്ഷൻ അല്ല, ഷോക്ക് പ്രൊട്ടക്ഷൻ ചെയ്യുന്നത് ELCB ആണ്. ഇത് ഓവർ വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ ഫ്യൂസ് പോകണമെങ്കിൽ അത് താഴേക്ക്. അപ്പോൾ അതിൻ്റെ ബ്രേക്കിംഗ് കപ്പാസിറ്റി ഓഫ് എ DC സീരീസ് മോട്ടറിൻ്റെ കപ്പാസിറ്റി എത്രയാണെന്നാണ് ചോദിച്ചത്? 6, 8, 10, 12. അപ്പോൾ അതിൽ നമുക്ക് വരുന്നത് 6 kilo K ആണ്, ആംപിയറാണ് നമുക്ക് അതിൽ വരുന്നത്. വാട്ട് ഇസ് ദ മാക്സിമം വോൾട്ടേജ് റേറ്റിംഗ് ഓഫ് DC സീരീസ് MCB? മാക്സിമം വോൾട്ടേജ് എത്ര കൊടുക്കാൻ പറ്റും DC സീരീസ് MCBയിൽ? 110, 220, 405, 440. അപ്പോൾ അതിൽ നമുക്ക് ആൻസർ വരുന്നത് 220 ആണ് അതിൻ്റെ ആൻസർ. 220 എന്താണ് മാക്സിമം DC സീരീസിൽ മാക്സിമം വോൾട്ടേജ്. ഓക്കെ, വാട്ട് ഇസ് ദ മാക്സിമം കറണ്ട് റേറ്റിംഗ് ഓഫ് 4-pole MCB? 4-pole MCB നമുക്കറിയാം 3 ഫേസിൻ്റെ 3 കണക്ഷനും ന്യൂട്രലും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അതിൽ മാക്സിമം കറണ്ട് റേറ്റിംഗ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് B ആണ്, 60 ആംപിയറാണ് നമുക്ക് ആൻസർ B. ഓക്കെ, 60 ആംപിയറാണ് നമുക്ക് അവിടെ വരുന്നത്. അടുത്ത് വാട്ട് ഈസ് ദ ഫ്യൂസിങ് ഫാക്ടർ ഓഫ് എ റിവേഴ്സിബിൾ ഫ്യൂസ് സെലക്ടഡ് ഫോർ ദ ഓവർ കറണ്ട് പ്രൊട്ടക്ഷൻ ഇൻ എ സർക്യൂട്ട്? റിവേഴ്സിബിൾ ഫ്യൂസിൻ്റെ ഫ്യൂസിങ് ഫാക്ടർ എത്രയാണെന്ന്? HRC 1.2 ആണെങ്കിൽ റിവേഴ്സിബിൾ എത്രയാണെന്ന് നമുക്കറിയാം 1.4 ആണ്. അപ്പോൾ നമുക്ക് 1 ആംപിയറിൻ്റെ ഫ്യൂസ് ആണെങ്കിൽ 1.4 ആംപിയർ വരുമ്പോഴാണ് അതിൻ്റെ ബ്രേക്ക് ആവുന്നത്. ഓക്കെ, ഇനി അടുത്ത് വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി കറണ്ട് ഇൻറ്ററപ്റ്റഡ് ബൈ ദി സർക്യൂട്ട് ബ്രേക്കർ? ആ കറണ്ട് ഇൻറ്ററപ്റ്റ് ചെയ്യുന്ന ബൈ സർക്യൂട്ട് ബ്രേക്കർ റേറ്റഡ് കറണ്ട്, റെസിഡ്യൂവൽ കറണ്ട്, എർത്ത് ലീക്കേജ് കറണ്ട്, പ്രോസ്പെക്റ്റീവ് ഫോൾട്ട് കറണ്ട്. അപ്പോൾ ഇതിൽ ഏതാണെന്നുള്ളതാണ് വരേണ്ടതിൽ. ELCBയിലുള്ള ചോദിച്ചാണ് സർക്യൂട്ട് ബ്രേക്കറാണ്. അപ്പോൾ പ്രോസ്പെക്റ്റീവ് ഫോൾട്ട് കറണ്ടാണ് നമുക്കതിൽ വരുന്നത്. ELCB എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എർത്ത് ലീക്കേജ് കറണ്ടാണ്. വിച്ച് റിലേ ഹാസ് കോണ്ടാക്ട് അറേഞ്ച്മെൻറ്റ് ടു ബ്രേക്ക് or transfer contact combination? ഡ്രൈ റീഡ് റിലേ, ലാച്ചിങ് റിലേ, മെർക്കുറി വെറ്റഡ് കോണ്ടാക്ട് റിലേ, ക്ലാപ്പർ ടൈപ്പ് ആർമേച്ചർ റിലേ. നമ്മുടെ ക്ലാപ്പ് നമ്മൾ സാധാരണ നമ്മൾ പഠിച്ച റിലേ ക്ലാപ്പാണ്. ബ്രേക്ക് ചെയ്തിട്ട് മേക്ക് ആക്കുക, ബ്രേക്ക് മേക്ക് ഓർ ട്രാൻസ്ഫർ കോണ്ടാക്ട് കോമ്പിനേഷൻ. അപ്പോൾ അതിൽ നമുക്ക് വരുന്നത് എന്താണ്? D തന്നെ ആയിരിക്കുള്ളൂ ആൻസർ. കണ്ടോ, കറക്റ്റാണ്. ബ്രേക്ക് ചെയ്തിട്ട് പിടിക്കുന്നത്, ക്ലാപ്പ് ചെയ്യുന്നു, മോളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ബ്രേക്ക് ചെയ്ത് മേക്ക് ചെയ്ത് ബ്രേക്ക് മേക്ക്. ഓക്കെ, അപ്പോൾ അതാണ് ക്ലാപ്പർ ടൈപ്പ്, ക്ലാപ്പ് ചെയ്യുന്ന പോലെ നമ്മൾ പഠിച്ച റിലേ ക്ലാപ്പർ റിലേയാണ്. വാട്ട് ഈസ് വിച്ച് റിലേ ഫങ്ഷൻ വെൻ എവർ ദിസ് കറണ്ട് ഇൻ ദ കോയിൽ റീച്ചസ് ഓൺ അപ്പർ ലിമിറ്റ്? അത് ലാച്ചിങ് റിലേ, അണ്ടർ കറണ്ട് റിലേ, കറണ്ട് സെൻസിങ് റിലേ, വോൾട്ടേജ് സെൻസിങ് റിലേ. ഇപ്പോൾ കറണ്ടാണ് ഇവിടെ പറയുന്നത്. കറണ്ട് അണ്ടർ കറണ്ട് റിലേ, കറണ്ട് സെൻസിങ് റിലേ. അപ്പോൾ നമുക്ക് 91 നമുക്ക് കറണ്ട് ആയതുകൊണ്ട് C ആണ്, കറണ്ട് സെൻസിങ് റിലേ ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, അടുത്തത് വിച്ച് ഡിവൈസ് ഈസ് യൂസ്ഡ്
ഇൻ ഇലക്ട്രിക്കൽ ഇൻസ്റ്റാളേഷൻ ടു പ്രൊട്ടക്ട് ഫ്രം ഇലക്ട്രിക് ഷോക്ക്. ഇലക്ട്രിക് ഷോക്ക് പ്രൊട്ടക്ട് ചെയ്ത് ELCB എന്നുള്ളത് മറക്കാതിരിക്കുക. MCB, MCCB ഇൻസുലേറ്റർ ഒന്നും പ്രൊട്ടക്ട് ചെയ്ത് ELCB എർത്ത് ലിക്വേജ് സർക്യൂട്ട് ബ്രേക്കർ. ഓക്കെ, അത് C ആണ്, അണ്ടർസ്റ്റുഡ് ആണ്. വിച്ച് ടൈപ്പ് ഓഫ് റിലേ ഈസ് യൂസ്ഡ് ഇൻ വോൾട്ടേജ് സ്റ്റെബിലൈസർ? വോൾട്ടേജ് സ്റ്റെബിലൈസറിൽ ഉള്ള റിലേ ഏതാണ്? ലാച്ചിങ് റിലേ, അണ്ടർ കറണ്ട് റിലേ, കറണ്ട് സെൻസിങ് റിലേ, വോൾട്ടേജ് സെൻസിങ് റിലേ. നമുക്കറിയാം സ്റ്റെബിലൈസർ വോൾട്ടേജ് സെൻസിങ് റിലേ ആണ്. അതിൻ്റെ ഇതിൽ D ആണ്, വോൾട്ടേജ് സെൻസിങ് റിലേ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഏതിലാണ്? സ്റ്റെബിലൈസറിൽ. ഇനി അടുത്ത വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി ഡിവൈസ്? നമുക്കറിയാം കോണ്ടാക്ടറാണ്. 3 ഫേസ് കൊടുത്തിട്ട് മോട്ടറും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മോട്ടറിലൊക്കെ അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം പോയി കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് ഒറ്റയടിക്ക് ആ 3 ഫേസും എന്തെങ്കിലും 2 ഫേസ് അതോടെ കോണ്ടാക്റ്റ് വർക്ക് ചെയ്യുള്ളൂ. കോണ്ടാക്ടറാണത്. നോക്കുക അതിൻ്റെ ഷേപ്പ്. നമ്മുടെ മില്ലിലൊക്കെ നമ്മൾ ഗ്രീനും റെഡും ഇടാം. ഗ്രീൻ സെയിം ഫേസ് അല്ലാണ്ടെങ്കിൽ അത് അടിക്കും. പിന്നെ ഏതെങ്കിലും പോയി കഴിഞ്ഞാൽ ഇത് ഓഫാകും. അപ്പോൾ കോണ്ടാക്ടറാണ് ഇതിൻ്റെ പേര്, കോണ്ടാക്ടർ. ഓക്കെ, 94. ഇനി 95 നമുക്ക് നോക്കാം. എഴുതിപ്പോയി. അതുകൊണ്ടെങ്കിൽ നമുക്ക് വരുന്ന ഇതാണ്. വാട്ട് ഈസ് ദ മാക്സിമം എർത്ത് ഫോൾട്ട് ടോപ്പ് ഇംപെഡൻസ് ഇൻ ELCB റേറ്റിംഗ് ട്രിപ്പിംഗ് കറണ്ട് 30 mA. 30 mA വരുമ്പോൾ അതിൻ്റെ ELCBയുടെ എന്താണ് റേറ്റ് ട്രിപ്പിംഗ് കറണ്ട് ഇംപെഡൻസ് ഫോൾട്ട് ലോപ്പ് ഇംപെഡൻസ് എത്രയായിരിക്കും? അപ്പോൾ ഓംസിനാണ്. അപ്പോൾ സാധാരണ 220 അതിൻ്റെ 30 mA വരുമ്പോൾ നമുക്ക് കണക്ക് കൂട്ടി കഴിഞ്ഞാൽ P/I കഴിഞ്ഞാൽ 6 കിട്ടും. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴേക്കും നമുക്ക് വരുന്നത് എത്രയാണ്? 1666 1666 ഓംസ് ആയിരിക്കും അതിൻ്റെ ഇംപെഡൻസ് ആ സമയത്താണ്. ഓക്കെ, അടുത്ത വാട്ട് ഈസ് ദ ഫ്യൂസിങ് കറണ്ട് ഓഫ് എ റിവേറബിൾ ഫ്യൂസ്? അപ്പോൾ നമുക്ക് റിവേറബിൾ ഫ്യൂസിൽ നമ്മൾ നേരത്തെ കണ്ട ആൻസർ തന്നെയാണ്. എന്താ D ആണ്. 1.4 to 1.7 ഒരു റേഞ്ച് പറഞ്ഞേക്കണം. ഓക്കെ, അടുത്തത് നമുക്ക് വരുന്നത് എന്താണ്? വിച്ച് പാരാമീറ്റർ ഓപ്പൺസ് ദ ഫ്യൂസ് എലമെൻറ്റ് അണ്ടർ ഫോൾട്ട് വിത്തൗട്ട് ഡാമേജിങ് ദ ലോഡ്? ഏത് പാരാമീറ്ററാണ്? നമുക്ക് അറിയാം റപ്ചറിങ് കപ്പാസിറ്റി, പവർ റേറ്റിംഗ്, വോൾട്ടേജ് റേറ്റിംഗ്, കറണ്ട് റേറ്റിംഗ്. കറണ്ട് റേറ്റിംഗ് ആണ് അതിൻ്റെ 97. നമുക്കിവിടെ റപ്ചറിങ് കപ്പാസിറ്റി ആണ് അതിൻ്റെ അണ്ടർ ഫോൾട്ടിൽ നമുക്ക് തന്ന റപ്ചറിങ് കപ്പാസിറ്റി. വിച്ച് റിലേ ഈസ് യൂസ്ഡ് ഫോർ ദ ടൈം ഡിലേ പർപ്പസ്? ടൈം ഡിലേ പർപ്പസിന് ഏതാണ്? റീഡ് റിലേ, ഇമ്പൾസ് റിലേ, തെർമൽ റിലേ, ഇലക്ട്രോമാഗ്നറ്റിക് റിലേ. ടൈം ഡിലേ കൊടുക്കാനുള്ള പർപ്പസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് തെർമൽ റിലേ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ടൈം ഡിലേ തെർമൽ റിലേ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തണുത്ത് കഴിഞ്ഞാൽ മാത്രമേ അത് വീണ്ടും വർക്ക് ചെയ്യുള്ളൂ, ഓൺ ആവുള്ളൂ. നമ്മുടെ തെർമൽ റിലേ പോലത്തെ നമ്മുടെ തേപ്പൊട്ടിയിൽ അത് ഹീറ്റായി ഒരു ഇതായി കഴിഞ്ഞാൽ പിന്നെ പവർ വരില്ല, ആ ചൂട് ആറണം. ഓക്കെ, വീണ്ടും അത് ഓൺ ആവാൻ വേണ്ടി. അതേപോലെ തെർമൽ റിലേ. ഓക്കെ, അപ്പോൾ വിച്ച് റിലേ ഈസ് ഓപ്പറേറ്റിംഗ് വിത്ത് വെരി ലോ പവർ? റീഡ് റിലേ, ഇമ്പൾസ് റിലേ, തെർമൽ റിലേ, ഇലക്ട്രോമാഗ്നറ്റിക് റിലേ. ലോ പവറിൽ വർക്ക് ചെയ്യുന്നത് നമ്മുടെ റീഡ് റിലേ ആണ്. ഇതൊരു മാഗ്നറ്റിക് പവർ മാത്രം മതി. വാട്ട് ഈസ് ദ കറണ്ട് റേറ്റിംഗ് ഓഫ് എ കാട്രിഡ്ജ് ഫ്യൂസ് വിത്ത് ബ്രൗൺ കളർ കോഡ്? വരുന്ന കാട്രിഡ്ജ് ഫ്യൂസിൻ്റെ കറണ്ട് റേറ്റിംഗ് എത്രയാണെന്നാണ് ചോദിച്ചേക്കണം. ഒന്നാം ദിവസം നമുക്ക് വരുന്നത് കാട്രിഡ്ജ് 4 ആംപിയറാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. C. അടുത്ത് ഹൗ മച്ച് ടൈം ഈസ് ടേക്കൻ ബൈ ഓവർലോഡ് റിലേ ടു ഓപ്പൺ മോട്ടോർ കോണ്ടാക്ട് അറ്റ് 500% ഫുൾ ലോഡ് കറണ്ട്? കൊടുക്കേണ്ട 500% വരുമ്പോഴേക്കും എത്ര സമയം കൊണ്ടാണ് അത് മോട്ടറിനെ ഓപ്പൺ ചെയ്യുന്നത്? ഓവർലോഡ് റിലേ 5, 10, 15, 20 സെക്കൻഡ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് വരുന്നത് 10 സെക്കൻഡ് ടൈം കൊണ്ടാണ് ഓവർലോഡിലെ മോട്ടറിനെ പഠിപ്പിക്കുന്നത്. ഓക്കെ, അടുത്തത് വാട്ട് ഈസ് ദ ടൈപ്പ് ഓഫ് മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ? MCB.
ഇതിൽ 2 പോൾ 3 പോൾ 4 പോൾ സിംഗിൾ പോൾ നമുക്ക് നോക്കാം അതിൽ എത്ര എണ്ണം ഉണ്ട്, എത്ര പോൾ, എത്ര എണ്ണം സ്ക്രൂ ചെയ്യാന്നുള്ള അവിടെ കാണിച്ചിട്ടുണ്ട്. 3 എണ്ണം അല്ലേ. സിമ്പിളാണ്. ആ ഫീച്ചർ നോക്കിയാൽ തന്നെ നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ 3 പോളാണ് എന്താ സ്ക്രൂ ചെയ്യുന്നത്. നമുക്ക് സിവിലൊക്കെ 2 എണ്ണം ഇതിൽ 3 പോൾ. വിച്ച് ഡിവൈസ് ഓപ്പൺസ് ക്ലോസ് ആൻഡ് ഓക്സിലറി സർക്യൂട്ട് ആണ് ഫ്യൂസ്, റിലേ, സ്റ്റാർട്ടർ, സർക്യൂട്ട് ബ്രേക്കർ. വിച്ച് ഡിവൈസ് ഓപ്പൺസ് ആൻഡ് ക്ലോസ് തന്നെ ഓക്സിലറി സർക്യൂട്ടിനെ ഓപ്പണും ക്ലോസും ചെയ്യാനുള്ള ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് റിലേ ആണ് ഒരു സർക്യൂട്ടിനെ ഓക്സിലറി സർക്യൂട്ടിനെ ഓൺ ഓഫ് ചെയ്യിക്കുന്നത്. പിന്നെ വാട്ട് ഈസ് ദ കറണ്ട് റേറ്റിംഗ് ഓഫ് എ കോപ്പർ കളർ ഫ്യൂസ് കാട്രിഡ്ജ്. കോപ്പർ കളറിൻ്റെ ഫ്യൂസ് കാട്രിഡ്ജിൻ്റെ കറണ്ട് റേറ്റിംഗ് കളർ നോക്കിയിട്ടുള്ള കോഡാണ്. അപ്പോൾ അത് നമുക്ക് വരുന്നത് 63 ആംപിയർ മാക്സിമം കൊടുത്തിരിക്കുന്നതിൽ 63 ആംപിയറാണ്. കോപ്പർ ഓർത്തിരിക്കുക, കോപ്പർ കളർ